കിഴക്കേ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യലിലേക്ക് വീണ്ടും സ്വാഗതം. ചിറ്റൂരിലാണ് ആലത്തൂരിന്റെ ചൂട് ഒതുങ്ങാട്ട വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ആലത്തൂരിന്റെ മനസ്സ് നമുക്ക് വീണ്ടും അറിയാം. ഇടതുപക്ഷത്തിനെതിരെയും ഉയരുന്നു വളരെ ശക്തമായ വിമർശനങ്ങൾ. വാദങ്ങൾ കൊണ്ട്, ആരോപണങ്ങളെ പ്രതിരോധം കൊണ്ട്, ഒച്ചപ്പാട് കൊണ്ടല്ല, മറുപടി പറയാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ അരമണിക്കൂറിൽ 2 കർഷകർ വീതം ആത്മഹത്യ ചെയ്യുന്നവരുടെ രാജ്യമാണ് ഇന്ത്യ രാജ്യം. സംസ്ഥാന സർക്കാരും ഇതിലൊന്നും ചെയ്തില്ലെന്നുള്ള ആക്ഷേപം. രണ്ട് ഇവിടെ കോൺഗ്രസ്സുകാർ ഇവിടെ സൂചിപ്പിച്ചു, ഈ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലമായി എടുത്തിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കോൺഗ്രസ് എന്തെങ്കിലും ഒരു സമരം നടത്തിയെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. 2 മറ്റൊന്ന്, ഇവിടെ BJP കുറിച്ച് സൂചിപ്പിച്ചു. ഇവിടെ രാത്രിയിൽ ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്ന കോൺഗ്രസ്സുകാരൻ രാവിലെ ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്കും BJP ആയിട്ടുണ്ടാവും. ഇവിടെ പല ആളുകളും പകൽ സമയത്ത് കോൺഗ്രസും രാത്രിയിൽ RSSുമാണ് പറഞ്ഞ് AK ആന്റണിയാണ്. മറ്റൊന്ന്, ആ ഒരു ചോദ്യമായിരുന്നു, കേന്ദ്രത്തിൽ പോയാൽ നിങ്ങൾ ആരെ പിന്തുണയ്ക്കും? അത് കാര്യം പറഞ്ഞുതരാം. ഇവിടെ കോൺഗ്രസ്സുകാരനെ അഹങ്കരിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. 2004 തെരഞ്ഞെടുപ്പിനകത്ത് ഇതേപോലെ അഹങ്കരിച്ചിരുന്ന കോൺഗ്രസിന് പിന്തുണയില്ലാതെ വന്നപ്പോൾ 64 MP-മാരുടെ പിന്തുണയോടുകൂടി UPAക്ക് സപ്പോർട്ട് ചെയ്ത് ഇവിടെ നല്ല ജനകീയപരമായിട്ടുള്ള ഇടപെടൽ നടത്തിയതാണ്. ഇവിടെ അന്ന് കോൺഗ്രസ് അഹങ്കരിച്ചപ്പോ 20 ലോകസഭാ മണ്ഡലിൽ ഒന്നിൽ പോലും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി കോൺഗ്രസ്സുകാരൻ ആലോചിക്കണം. പിന്നെ BJP-ക്കാർ ഇവിടെ സൂചിപ്പിച്ചു, ഇതിനേക്കാളും നല്ല ഭരണമാണ് എന്നാണ് നിങ്ങൾ വാജ്പേയിയുടെ ഭരണത്തെ സൂചിപ്പിച്ചത്. ഇന്ത്യ തിളങ്ങുന്നു എന്നാണ് വാജ്പേയി ഭരണം വിട്ടൊഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിനകത്ത് എന്തുണ്ടായി? BJP രാജ്യത്ത് നിന്ന് ഇല്ലാതാകുന്ന കാഴ്ചയല്ല ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് 2019 തെരഞ്ഞെടുപ്പിനകത്ത് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. ഇന്ത്യ തിളങ്ങി കഴിഞ്ഞപ്പോ BJP തോറ്റു. ഇന്ത്യ തിളങ്ങി അതുപോലെ കർഷക 345 സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നു, 68 സീറ്റ് CPM-നുണ്ടായിരുന്നു, BJP-ക്ക് 2 സീറ്റാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ തളർച്ച മനസ്സിലാക്കും, ഞങ്ങളുടെ വളർച്ച ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ എങ്ങനെ 345 എത്തി? എങ്ങനെ 9 സീറ്റിലേക്ക് CPM അധപ്പതിച്ചു? പശ്ചിമ ബംഗാൾ തകർന്നു, ത്രിപുര തകർന്നു, കേരളവും ഈ തിരഞ്ഞെടുപ്പോട് തകരാൻ പോവുകയാണ്. നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങളെ കൂകിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കൂകി തോൽപ്പിക്കാനേ കഴിയുള്ളൂ. നെഹ്റുവിന് ശേഷം ഇന്ത്യ ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞ ടീമുകളാണ്. ഇന്ന് ഒരു പെട്ടിയാട്ടോ അല്ലെ ഒരു പാസഞ്ചർ പോലും ഈ ലോകസഭയിൽ നരേന്ദ്രമോദി സർക്കാരിനെ കോൺഗ്രസ് വിമർശിക്കുമ്പോഴും ഉയരുന്ന ഒരു വിഷയമുണ്ട്. ഈ വലിയ കർഷക പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു, അതിലെ ഒഴുകിയത് ചെങ്കുടിയായിരുന്നു. അതിന് ഒടുവിൽ സമാപന വേളയിൽ മാത്രമാണ് കോൺഗ്രസ് നേതാക്കളെത്തി അവരുടെ ഏതാണ്ട് വിഷമങ്ങളൊക്കെ പങ്കുവെക്കുകയും ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തത്. ഒരു ഫോട്ടോ ഓപ്പ് എന്ന് ഞങ്ങൾ പറയുന്ന സംഗതിയിലേക്ക് ഒതുങ്ങിപ്പോയില്ലേ കോൺഗ്രസിന്? ഈ കഴിഞ്ഞ 5 വർഷം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തിളച്ചു മറിഞ്ഞ ഉത്തരേന്ത്യയിൽ, മധ്യ ഇന്ത്യയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് അന്വേഷിച്ചെത്തി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കോൺഗ്രസ് നയിച്ച ഒരു പ്രക്ഷോഭം എന്തുകൊണ്ടുണ്ടായില്ല? പ്രക്ഷോഭങ്ങളുടെ മാത്രം പാതയിലൂടെ അല്ല കോൺഗ്രസിന്റെ നടപടികൾ വന്നുകൊണ്ടിരുന്നത്. ഈ അടുത്ത് നടന്ന 5 സംസ്ഥാന ഇലക്ഷനുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞാൻ ചോദിക്കാൻ കാര്യം, തെരഞ്ഞെടുപ്പായപ്പോൾ നിങ്ങൾ ആ വിമർശനം ഉന്നയിക്കുന്നു, പ്രശ്നമുണ്ടായപ്പോൾ ഇടപെട്ടോ? പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക തന്നെയാണ് കോൺഗ്രസ് ചെയ്തത്. കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കർഷക ഘടകങ്ങൾ എഴുതി തള്ളുകയുണ്ടായിരുന്നു രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും എല്ലായിടത്തും. സോ പ്രവൃത്തിയിൽ, അതായത് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിൽ കാര്യമുണ്ടെന്ന് ആ ഭാഗത്തെ കോൺഗ്രസ് സർക്കാരിൽ തെളിയിച്ചതാണ്. അതായത് നേരത്തെ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു ഈ EMS ഉൾപ്പെടെ എല്ലാവരും കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജി പറഞ്ഞു ഇന്റർനാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടാൻ, എന്നിട്ട് ലോകസേവാ സംഘം ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെയും പറഞ്ഞു ലോക ഇന്റർനാഷണൽ കോൺഗ്രസ് പിരിച്ചുവിട്ട് ചരിത്രം പഠിക്കും. ഞാൻ പറയട്ടെ, ചരിത്രം പഠിക്കും. ലോകസേവാ സംഘം എന്ന സംഘടന ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ടും കോൺഗ്രസ് കൊണ്ട് നടക്കുന്നത് നിങ്ങൾക്ക് കൈയിട്ട് വാരാനുള്ള പരിപാടി മാത്രമായിട്ടാണ്, അല്ലാതെ ഇതിന് വേറെ യാതൊരു ലക്ഷ്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന വയനാട്, രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്ന വയനാട് ആസിയൻ കരാറിൽ ഒപ്പിട്ടത് മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ ഈ വയനാട്ടിലെ കർഷകർക്ക് അടക്കം അവരുടെ ജീവിതം മുഴുവൻ വഴിമുട്ടിയെന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ആസിയൻ കരാറിൽ ഒപ്പിട്ടപ്പോൾ ഈ വൻകിട കോർപ്പറേറ്റുകൾക്ക് മുഴുവൻ അവിടുത്തെ ഭൂമി എഴുതി കൊടുക്കുന്ന കാര്യത്തിന് തുടക്കം കുറിച്ചത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ആണ്. പിന്നീട് അത് പിൻപറ്റിയത് BJP ഗവൺമെന്റ്. എന്താ മോളുടെ പേര്? എന്റെ പേര് പ്രവീണ. പ്രവീണ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല, ആദ്യത്തെ വോട്ടാണ്. കന്നി വോട്ടാണ്. അതാർക്കാ?
അത് പി കെ ബിജുവിന്. എന്തിനാ? ഒരു സംശയമില്ല. കാരണം ഞങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ യുവതി യുവാക്കൾക്കും ഇന്നത്തെ തലമുറയിൽ ഉയർന്നു വരണമെങ്കിൽ ഞങ്ങൾക്ക് പി കെ ബിജുവിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലേ സാധിക്കുള്ളൂ. കന്നി വോട്ടുമായി പ്രവീണ എത്തുന്നു പി കെ ബിജുവിന്. കോൺഗ്രസിനെതിരെ ശക്തമായ വിമർശനം വീണ്ടും ഉയരുകയാണ്. പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല. നേരത്തെ EMS കോൺഗ്രസ് ആയി ഇരുന്നു എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് പിരിച്ചുവിട്ട് ലോക് സേവാ സംഘ് തുടങ്ങണം എന്നൊരു ഉപദേശമുണ്ടായിരുന്നു. അതും സ്വീകരിച്ചില്ല. നിങ്ങൾക്ക് അധികാരം മാത്രമായിരുന്നു ലക്ഷ്യം എന്ന് മറുപടി. സാർ, ഇതിപ്പോൾ CPM-ൻ്റെ ആളുകൾ ഇങ്ങനെ ചരിത്രം ഇവർ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പഠിച്ച കോൺഗ്രസിൻ്റെ ചരിത്രം പോലെയൊന്നും ഇവർ പഠിച്ചിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. പറയട്ടെ പ്ലീസ്, പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സംസാരിച്ചപ്പോൾ അവർ മിണ്ടിയില്ല. പറയാൻ അവസരം കൊടുക്കും. സാർ, ഇവർ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നല്ലോ. ഇവർ പറയണ്ടല്ലോ ഇപ്പോൾ കോൺഗ്രസും BJP-യും കൂടിയാണെന്ന് പറയുന്നുണ്ടല്ലോ. വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിക്ക് എന്താ പറയാ CPM-ന്റെ ഓഫീസുകൾ BJP-ക്കും മമതയ്ക്കും തീരെഴുതി കൊടുക്കുകയാണ്. പിടിച്ചെടുത്താണ്. അതാണ് സത്യം. അവിടെ CPM ഇല്ല. ത്രിപുരയില് മണിക് സർക്കാർ വെറുതെ കൂകി തോൽപ്പിക്കുന്നത്. കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുക. മണിക് സർക്കാർ നല്ല മുഖ്യമന്ത്രിയാണ്. അതിന് ഞങ്ങൾ നിഷേധിക്കുന്നില്ല മണിക് സർക്കാരെ കുറിച്ച്. അത് നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ അവിടെ എന്ത് പറ്റിപ്പോ? അവിടെ ഇപ്പോൾ CPM മരുന്നിനില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഞാനൊരു ചോദ്യം ചോദിച്ചു സാർ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇവിടെ സുധാകരൻ മിനിസ്റ്ററും ശ്രീ കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും ഈ രണ്ടുപേരും ഈ ചുറ്റൂര് ഇപ്പൊ നമ്മൾ കൂടിയ സ്ഥലത്ത് നടന്ന വലിയ 2 പരിപാടികൾ 1000 ദിന ആഘോഷമാണ് പിണറായി സർക്കാരിന്റെ. അതിൽ എന്തുകൊണ്ടാണ് ബിജു അതിൽ മാത്രമല്ല ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാറില്ല. അദ്ദേഹം ഇല്ല. പറയാം. NDA ക്യാമ്പിനുമുണ്ട് പറയാം. ഇവിടെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്ന് രാമക്ഷേത്രം, അതേപോലെ തന്നെ ശബരിമല. ദേശീയ ജനാധിപത്യ സഖ്യത്തെ BJP നേതൃത്വം കൊടുക്കുന്ന സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ വിഷയങ്ങളും പ്രധാനപ്പെട്ടതാണ്. രാമക്ഷേത്ര നിർമ്മാണം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നടത്തും. അത് പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായുള്ള വിശ്വാസം. ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ചോദിച്ചു BJP എന്താ ചെയ്യാമെന്ന് ചോദിച്ചു. ശബരിമല വിഷയത്തിൽ ഈ കേന്ദ്രം ഇടപെടണമെന്നുള്ള ഒരു പ്രമേയം പോലും നിയമസഭയിൽ കൊണ്ടുവരാൻ കഴിയാത്ത കോൺഗ്രസും ശബരിമല ഏത് വിധേയം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന CPM-ന്റെ നേതൃത്വവും ആ നേതൃത്വത്തിനെതിരെ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ആചാര സംരക്ഷണത്തിന് എന്തെല്ലാം വേണമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യും. മറ്റൊരു കാര്യം, ഈ വാജ്പേയിയും അതേപോലെ തന്നെ നരേന്ദ്രമോദി, വാജ്പേയി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വാജ്പേയി വീണ്ടും വരാതിരിക്കാൻ വേണ്ടി ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തത്. ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട് കൈവന്ദിച്ചത്. അവർ തന്നെയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കൈവന്ദിച്ചത്. അന്ന് വാജ്പേയി സർക്കാർ തുടങ്ങി വെച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കലാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിഷമവും നമുക്ക് തീർക്കാൻ കഴിയും. മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു കോൺഗ്രസ് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അന്ന് ഗാന്ധിജി പറഞ്ഞുള്ളൂ. ആ ഗാന്ധിജിയുടെ സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കുന്നു. ഞങ്ങൾ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നു. കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ട് അതേപോലെ തന്നെ CPM-ന്റെ ആഗ്രഹവും ഗാന്ധിജിയുടെ സ്വപ്നവും ഞങ്ങൾ സാക്ഷാത്കരിച്ചു തരാമെന്ന് NDA പറയുന്നു. പക്ഷേ വിമർശനങ്ങൾ ഗാന്ധിജിയെ കൊന്നവരാണ് ഇത് പറയുന്നത്. ഗാന്ധിജിയെ കൊന്നവരാണ് വാദം മതി. മറുപടി പറയാം. തെളിവില്ലാത്ത കാര്യം പറയരുത്. ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് പറയുന്നില്ലേ? ഒരു മിനിറ്റ്. ഈ പറഞ്ഞത് ഒന്നും കേട്ടില്ല. ഒന്നുകൂടി. ഈ ഗാന്ധിജിയുടെ ഒന്ന് പറഞ്ഞോട്ടെ ഈ ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സുഹൃത്തെ ഒന്ന് പറയട്ടെ. ഇതില് ഗാന്ധിജിയുടെ സ്വപ്നം എന്ന് പറഞ്ഞല്ലോ. ഗാന്ധിജി സ്വപ്നം കണ്ട ഒരു ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞ് ഗ്രാമപ്രദേശങ്ങളാണെന്നാണ് പറഞ്ഞത്. ആ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്താണ്. മനസ്സിലായ? രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്താണ്. നിങ്ങൾക്ക് എന്താ സംശയം?
ഒന്നാം UP. നാഥൂറാം വിനായക ഗോഡ്സെ അല്ല ഗാന്ധിജിയെ വധിച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയോ? നാഥൂറാം വിനായക ഗോഡ്സെ അല്ല ഗാന്ധിജിയെ വധിച്ചതെന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയോ? കഴിഞ്ഞു. നമുക്ക് തെരഞ്ഞെടുപ്പിലേക്ക് വരാം. RSSകാരനാണ്, കോൺഗ്രസ്സുകാരനല്ല. നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോയി, മഹാരാഷ്ട്രയിലേക്ക് പോയി, അയോധ്യയിലേക്ക് പോയി, ശബരിമലയിലേക്ക് പോയി. നമുക്ക് തിരിച്ചു വരാം കേരളത്തിലേക്ക്, ആലത്തൂരിലേക്ക്. ആലത്തൂരില് തെരഞ്ഞെടുപ്പ് അജണ്ട എന്താണ്? ആലത്തൂരിലെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം? ഇവിടുത്തെ വിഷയങ്ങൾ പറയും. ആലത്തൂരിനെ സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ കേട്ടില്ലെങ്കിൽ ഞങ്ങളും പറയണത് നിങ്ങൾ ശരി കേൾക്കും. ഞങ്ങളൊരു കാര്യം പറയട്ടെ. ആലത്തൂരിന്റെ നാടിനെ സംബന്ധിച്ച് കോൺഗ്രസും ഇടതുപക്ഷവും ഐക്യം ചേർന്നിട്ടാണ് മത്സരിക്കുന്നത്. BJP ഒറ്റയാണ് എന്നാണല്ലോ ഇപ്പൊ അവർ പറഞ്ഞത്. അതിന് ഏക മറുപടി ഇവിടെ സീനിൽ പോലും BJP ഇല്ല എന്നുള്ളതാണ്. BJPയുടെ ഒരു സ്ഥാനാർത്ഥിനെ നിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവരുടെ ഒരു പ്രചരണം ഈ നാട്ടിനകത്ത് വന്നിട്ടില്ല. BDJസിന് കൊടുത്ത എന്ത് പ്രചരണമാണ് ഈ നാട്ടിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്? അതുപോലെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. രണ്ടാമത് കർഷകരെ അംഗീകരിക്കുന്ന ആൾക്കാരാണെന്ന് ഇവിടെ പറഞ്ഞല്ലോ. ആയിരക്കണക്കിന് വരുന്ന കർഷകർ നഗ്നപാതരായിട്ടാണ് ഉഴിയിൽ സമരം നടത്തിയത്. അതിനെന്താണ് വിധി കണ്ടിട്ടുള്ളത്? പിന്നൊന്ന് ഈ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ പെട്ടിയാട്ടോയിൽ കയറി പോകുന്ന ആൾക്കാരാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ആഫീസ് 12 തവണയാണ് നിങ്ങൾ ആക്രമിച്ചത്. എന്താ കാരണം? ഞങ്ങൾ ആ കരുത്തുള്ള പാർട്ടിയെന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. അല്ല, ഈ ഇവിടെ പറഞ്ഞ വിമർശനം BJP സീനിലില്ല എന്നാണ്. ആലത്തൂർ മാത്രമാണ് അവിടെ ഭരിക്കുക. ശരി, ഒരു മിനിറ്റ്. BJPക്കാരെ ആലത്തൂരിന്റെ സീനിൽ BJP ഇല്ല. ഇവിടെ വികസന നായകനാണ് നരേന്ദ്രമോദി എന്നാണല്ലോ പറയുന്നത്. BJPക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നോട്ട് നിരോധനത്തിന് ഒരു വോട്ട് എന്ന് ചോദിച്ച് വീടുകൾ കയറാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? നോട്ട് നിരോധനത്തിന് ഒരു വോട്ട് എന്ന് ചോദിച്ച് വീട് കയറാനാകുമോ? ആലത്തൂരിലെ മണ്ണിൽ BJPയുടെ ഞങ്ങള് രണ്ട് കാര്യങ്ങൾ പറയുന്ന സമയം തരണം. രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ട് പോകും. നോട്ട് നിരോധനത്തിന്റെ പേരിൽ തന്നെ വോട്ട് ചോദിച്ചുകൊണ്ട് പോകാൻ പൂർണ്ണമായ ധൈര്യമുണ്ട്. നോട്ട് നിരോധനത്തിന് ശേഷം ഇന്ന് സാധാരണക്കാരന് ഒരു 5 സെന്റ് സ്ഥലമോ 4 സെന്റ് സ്ഥലമോ വാങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു വീട് വയ്ക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സ്ഥലം വാങ്ങാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ നോട്ട് നിരോധനത്തിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ പോകും. നിങ്ങൾക്ക് ശബരിമലയിൽ ഞങ്ങൾ നേരത്തെ രഹന ഫാത്തിമയെ കയറ്റിയ പോലെ ഇനിയും കയറ്റുമെന്ന് പറഞ്ഞ് ഇവർക്ക് കയറാൻ ധൈര്യമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. രണ്ടാമത് ആലത്തൂരിൽ BJP ഉണ്ട്. ഇന്നലെ ഈ നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പര്യടനം നടക്കാൻ കാണാത്ത ആളുകള് കിണറ്റിലെ തവളകളെ പോലെ അതിന്റെ ഉള്ളിൽ മാത്രം ഇരുന്നാൽ കാണാൻ കഴിയില്ല. മറിച്ച് ഇവിടെ ഞങ്ങൾ ശക്തം BDJS ആണ്, BJPയുടെ സഖ്യകക്ഷിയാണ്. CPIനെ ഇല്ലാതാക്കുന്നത് പോലെ, CPIനെ എങ്ങനെയാണോ CPM ഇല്ലാതാക്കുന്നത് പോലെ അങ്ങനെ ഇല്ലാതാക്കുന്നതല്ല. ഞങ്ങൾ BDJSന് വേണ്ടി അരിയും തലയും മുറുക്കി BJPയുടെ NDAയുടെ മുഴുവൻ പ്രവർത്തകന്മാരുണ്ട്. ഞങ്ങൾ പ്രവർത്തകർ ശക്തമായിട്ട് രംഗത്തുണ്ട്. ഒറ്റ കാര്യം ചോദിക്കാനുണ്ട്. ഗോഡ്സെയാണ് ഗാന്ധിയെ കൊന്നത്. സത്യമാണ്. കഴിഞ്ഞിട്ടില്ല. ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെ ആ പാർട്ടി ഹിന്ദു മഹാസഭയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഹിന്ദു മഹാസഭയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആ ചരിത്രം ഒന്ന് പഠിക്കണം. അത് സോമനാഥ് ചാറ്റയുടെ അച്ഛനാണ്. നിങ്ങളുടെ നേതാവിന്റെ അച്ഛനാണ് ഹിന്ദു മഹാസഭയുടെ നമ്മള് നോക്ക്, അത് കഴിഞ്ഞു, ചർച്ച കഴിഞ്ഞു. ആലത്തൂരിൽ തെരഞ്ഞെടുപ്പ് വിഷയം എന്താണ്? ആർക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചോദിക്കുന്നു? എന്തിനു വേണ്ടി വോട്ട് ചോദിക്കുന്നു? കോൺഗ്രസ് എന്തിന് PK ബിജുവിനെ തോൽപ്പിക്കണം? എന്തിന് രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കണം? സാർ, ഇവിടെ തോൽപ്പിക്കേണ്ടത് PK ബിജു മാത്രമല്ല, ബാബുവിനെയും തോൽപ്പിക്കണം. ശരി, പിന്നെ രണ്ടാമത്തെ കാര്യം, അതായത് ഇവിടെ പെട്രോൾ വില, ഡീസൽ വില, ഇവിടെയൊക്കെ ഡ്രൈവർമാരൊക്കെ ഉള്ളതാണ്. ദിവസം വില കൂട്ടുകയാണ്, ദിവസം വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു മറുപടിയും ഇന്നേ വരെ ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന BJPക്കില്ല. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില മാറി തുടങ്ങിയത് എന്നാണ്? എങ്ങനെയാണ്? ഒന്ന്, പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും വിലയിൽ പൂർണ്ണമായ അധികാരം കേന്ദ്ര സർക്കാരിനായിരുന്നു. വില നിശ്ചയിച്ചിരുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു. അതെടുത്ത് മാറ്റിയിട്ട് രാജ്യാന്തര വിപണിയിലെ വിലയനുസരിച്ച് വില നിശ്ചയിച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ആദ്യമായി പെട്രോളിയം കമ്പനികൾക്ക് കൊടുത്തത് UPA സർക്കാരാണ്. പെട്രോൾ വില
തീർന്നില്ല. അത് പെട്രോൾ മാത്രം. പിന്നാലെ വന്ന NDA സർക്കാർ ആവട്ടെ കിടക്കട്ടെ ഡീസലിനും കൂടി ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഡീസലിന്റെ വില ആ നിയന്ത്രണവും എടുത്തു കളഞ്ഞു. അപ്പോൾ കോൺഗ്രസ് പെട്രോൾ വിലയെക്കുറിച്ച് വിമർശിക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം ഇതിന് വഴിയൊരുക്കിയതാരാണെന്നുള്ളത്. സാർ, അത് ഞാൻ പറയാം. UPA സർക്കാരിന്റെ കാലത്താണ് ഈ പറഞ്ഞ സംഭവങ്ങൾ നടന്നത്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ രണ്ടാമത് വന്ന BJP സർക്കാർ എന്ത് പറഞ്ഞിട്ട് അധികാരത്തിലേറിയത്? ഡീസലും കൂടി എടുത്തു കൊടുത്തു. ഡീസലിന്റെ നിയന്ത്രണം കൂടി കളഞ്ഞു. പിന്നെന്തിനാ അവര് അധികാരം? അപ്പൊ അവർ ആരെ പറ്റിച്ചു? ജനത്തിനെ പറ്റിച്ചത് BJP ആണ്. അച്ചാദിൻ എന്ന പേര് പറഞ്ഞ് ഇവിടെ അധികാരത്തിലേറി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കൊണ്ട് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞു. 15 ലക്ഷം രൂപ തരാന്നാ പറഞ്ഞ്. ഒരു ഉറുപ്പ്യ കിട്ടിയിട്ടില്ല ഇവിടെ. ഒരു ഉറുപ്പ്യ കിട്ടിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. 15 ലക്ഷം പേർക്ക് 15 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഓരോരുത്തരെ കൊണ്ട്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞ് അതല്ല എന്ന് പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നു പറയട്ടെ. അതന്നെ അതവിടെ നിൽക്കട്ടെ. അവിടെ അറിയത്തരം ഉണ്ടാണ്ടിരിക്കുക. BJP ആണ് പറഞ്ഞത് അധികാരത്തിൽ. UPA ഒരു കാര്യം ഞങ്ങൾ സാറേ ഊക്കി തോൽപ്പിക്കണ്ട. UPA സർക്കാർ അധികാരത്തിലിരിക്കുമ്പോ കാളവണ്ടിയിലും സൈക്കിളിലും ഇവര് സമരം നടത്തിയത് ഇവിടുത്തെ സുരേന്ദ്രനും പത്മനാഭനും ഒക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നിക്ക് ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യമാണ്. ഞാൻ മൈക്ക് തരുന്നുണ്ട്, എല്ലാവർക്കും മൈക്ക് തരുന്നുണ്ട്. ഒരാൾ പറയുന്നത് കേൾക്കാൻ സമ്മതിക്കണം. എല്ലാവരുടെയും ശബ്ദം കേൾക്കണം പ്ലീസ്. ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു ചോദ്യം, ഒരു ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. കാര്യം ഈ സർക്കാരിനെതിരെ, ഈ ഡീസലിനും പെട്രോളിനും ഗ്യാസിനും വില കൂട്ടിയ ഈ സർക്കാരിനെതിരെ പണ്ട് സമരം ചെയ്ത പോലെ സമരം ചെയ്യാൻ ഇവിടുത്തെ BJP പ്രവർത്തകർക്ക് തയ്യാറുണ്ടോ? വേറെ പാലക്കാട്ടും ഉയർന്ന ചോദ്യമാണ്. ആ പഴയ കാളവണ്ടിയൊക്കെ എവിടെ? മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വിദേശ രാഷ്ട്രങ്ങൾക്ക് എത്ര കോടി രൂപയാണ് കടം കൊടുക്കാനുണ്ടായിരുന്നത്? ആ കടങ്ങൾ മുഴുവൻ വീട്ടി ഇന്ന് നല്ലൊരു സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. പഴയ കടങ്ങൾ ഉണ്ടാക്കിയുള്ള ആ കോൺഗ്രസ്സുകാർ ഇപ്പൊ പറയാണ്, ഒരു സാധാരണ നമ്മൾ പറയുന്ന നാട്ടിൻപുറത്ത് ഒരാൾ 10 രൂപ കിട്ടും. ആ 10 രൂപ ഞാൻ എന്റെ മക്കൾക്കും എല്ലാവർക്കും വീതിക്കാൻ പറഞ്ഞ് 10ഉം 15ഉം ചെലവാക്കും. ഇവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്. ഭാരതത്തിലെ കടം, വിദേശ രാജ്യങ്ങൾ ഇതിന്റെ പേരിലുണ്ടായിരുന്ന കടം വീട്ടാൻ വേണ്ടിയിട്ട് ഈ തുക ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ജൻധൻ അക്കൗണ്ട് എല്ലാവർക്കും. ഇന്നൊരു ബാങ്ക് പോയിട്ട്, സാധാരണ ഇതിനു മുന്നേ ഒരു ബാങ്ക് പോയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാൻ എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് മാറ്റാൻ കഴിഞ്ഞു. മാത്രമല്ല ഇപ്പോ ഈ അക്കൗണ്ടിലൂടെ പണം വരുന്ന സമയത്ത് ഇപ്പൊ CPM-കാർ മറ്റ് പല പെൻഷൻ പദ്ധതികളും സൊസൈറ്റി മുഖേന കൊടുക്കുമ്പോൾ കാണിക്കുന്ന ആ പിടിച്ചുപറിയുണ്ടല്ലോ 100 രൂപ 200 രൂപ, അതില്ലാതായി തീരും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ജനറൽ അക്കൗണ്ട് തുടങ്ങിയത്. ഇതിൽ ഇടത്തട്ടുകാരില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാന റൗണ്ടിലേക്ക് കിടക്കുകയാണ്. അവസാന നിമിഷങ്ങളിലേക്ക് കിടക്കുകയാണ്. ആലത്തൂരിലെ ജനങ്ങൾ, ആലത്തൂരിലെ വോട്ടർമാർ, ചിറ്റൂരിലെ വോട്ടർമാർ എന്തിന് PK ബിജുവിനെ ഒരിക്കൽ കൂടി തെരഞ്ഞെടുക്കണം? അതിനു മുമ്പ് ഒരു കാര്യം പറയണം. എനിക്ക് തോന്നുന്നത് RSSന്റെ നേതാക്കൾക്ക്, BJPന്റെ നേതാക്കൾക്ക് ഒന്നിലെ മറവി രോഗം സംഭവിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ആളുകളൊന്നും തന്നെ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്ന് പറയേണ്ടതായിട്ട് വരും. നാഥുറാം വിനായക് ഗോഡ്സെ ആരാണെന്ന് നാഥുറാം വിനായക് ഗോഡ്സെ അല്ല, അത് പറയണം. അതിന് മറുപടി പറയാതെ പോകാൻ വേണ്ടി കഴിയില്ല. RSS BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിമാനം കണ്ടുപിടിച്ചത് രാവണനാണെന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് RSSന്റെയും BJPന്റെ ആളുകൾ. ഗണപതിയുടെ തല മാറ്റി വെച്ചതാണ് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ് RSSന്റെയും BJP നേതൃത്വം കൊടുക്കുന്ന ആലത്തൂർ പാർലമെന്റിനകത്ത്, ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് PK ബിജു വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തിന് വോട്ട് ചെയ്യണമെന്നുള്ള രാജ്യത്തിനകത്ത് നരേന്ദ്രമോദിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയായിരിക്കും ആലത്തൂരിലെ ജനത വോട്ട് ചെയ്യുക. കേരളത്തിനകത്തെ പിണറായി വിജയന്റെ സർക്കാരിന്റെ ജനസംരക്ഷണപരമായിട്ടുള്ള നടപടികൾ കഴിഞ്ഞ 1000 ദിനങ്ങൾക്കകത്ത് ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നയങ്ങൾക്കായിരിക്കും കേരളത്തിനകത്ത് വോട്ട്.
ഈ മണ്ഡലത്തകത്ത് പി.കെ. ബിജു വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തിന് രമ്യ ഹരിദാസിന് വോട്ട് ചെയ്യണം? എന്തിന് UDF വോട്ട് ചെയ്യണം? വേഗം ചുരുക്കി. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇവിടെ മതസൗഹാർദ്ദം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. തീർച്ചയായും ഇവിടുത്തെ രണ്ട് രാഷ്ട്രീയ കക്ഷികളും ഇവിടെ BJP പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ്. കാരണം ഈ രാജ്യത്ത് അല്ല രമ്യ ജയിക്കേണ്ട കാര്യം ആരെങ്കിലും പറയും ആലത്തൂരിൽ എന്തിനാ രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കണം? സാർ, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഇവിടെ നിലവിൽ വന്നിട്ട് 2 പ്രാവശ്യം ജയിച്ച ഒരു MP, തുടർച്ചയായി 2 പ്രാവശ്യം ഇവിടെ ജയിച്ച ഒരു MP ഒരു വികസന പ്രവർത്തനവും ഇവിടെ ചെയ്തിട്ടില്ല. ആ ഒരു വികസന പ്രവർത്തനം ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടിയും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നതിന് വേണ്ടി ആലത്തൂരിൽ നിന്നൊരു വോട്ട് അത് രമ്യ ഹരിദാസിനെ ജയിപ്പിക്കേണ്ടത് ആവശ്യം. എന്തിന് NDA സ്ഥാനാർത്ഥി ബാബുവിന് വോട്ട് ചെയ്യണം ആലത്തൂരിൽ? ചരിത്രമല്ല. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുന്ന സമയത്ത് ജനസേവനകരമായുള്ള കാര്യങ്ങൾക്ക് പിന്തുടർച്ച അതിലൊന്ന് ഇപ്പോൾ തൊഴിലുറപ്പ് കൂലി 125 രൂപയിൽ നിന്ന് 271 രൂപയായി വർദ്ധിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് കൂലിയും ദിവസങ്ങളും വർദ്ധിപ്പിച്ച അവർക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടി അംഗൻവാടി ആശാ വർക്കർമാരുടെ ശമ്പള വർധനവിന് വേണ്ടി സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അഭിമാനത്തോടു കൂടി ഞാൻ ഭാരതീയനാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ബാബു ജയിക്കേണ്ടത്. ആ ബാബു ജയിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ കഴിയും. ബിജുവിനെ പോലെ കല്യാണ വീട്ടിൽ പോകുന്നതും മരണ വീട്ടിൽ പോകുന്നതും തെറ്റാണ് എന്ന് ഞങ്ങൾ പറയില്ല. ആ വീടുകളിലും ഞങ്ങൾ പോകും. എല്ലാ ആളുകൾക്കും ഞാൻ ഉരുകുകയാണ് ചിറ്റൂരിന്റെ ആലത്തൂരിന്റെ തെരഞ്ഞെടുപ്പ് ചൂടിൽ. നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ അത് വീണ്ടും കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ NDA സ്ഥാനാർത്ഥി ബാബുവിന് ഒരു വോട്ട്. കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ 2 ടേം ഇവിടെ ജനപ്രതിനിധിയായിരുന്ന P.K. ബിജു നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തുടരാൻ പിണറായി സർക്കാരിന്റെ 1000 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്രത്തിൽ ഒരു BJP ഇതര സർക്കാർ വരാൻ ഇവിടെ വീണ്ടും P.K. ബിജുവിന് ഒരു വോട്ട്. കേന്ദ്രത്തിൽ ഭരണം മാറാൻ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം എന്തൊക്കെ നടന്നുവെന്ന് ഇടതുപക്ഷം പറയുന്നുവോ അതല്ല നടക്കേണ്ടത്. അതുകൊണ്ടൊരു മാറ്റം, അതിനുവേണ്ടി രമ്യ ഹരിദാസിന് ഒരു വോട്ട് എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസും UDF-ഉം. ഈ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ സമാപിക്കുന്നില്ല. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി വീണ്ടും എത്താം. നമസ്കാരം.